നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ധനുമാസത്തിലെ അഥവാ മാർഗഴി മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ്. ഇന്ന് രാത്രി 9 മണിക്ക് മുൻപായി കുങ്കുമത്തിൽ വളരെ ലളിതമായ ഈ ഒരു വസ്തു മറച്ചു വെച്ചാൽ മാത്രം മതി. നാളെ തന്നെ നിങ്ങളുടെ പണവരവിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. നമ്മുടെ ചാനലിൽ പണവശ്യത്തിനായി, അതായത് പണത്തെ ആകർഷിക്കുന്നതിനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ, മന്ത്രജപങ്ങൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന എന്നാൽ വളരെ ലളിതമായ ഒരു താന്ത്രിക വഴിപാട് രീതിയാണ്. പൊതുവെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് നമ്മൾ ഏത് വഴിപാട് ചെയ്താലും അതിലൂടെ ലക്ഷ്മി കടാക്ഷം നമുക്ക് വന്നു ചേരുന്നതാണ്. ധനുമാസം എന്നത് ഈശ്വര ആരാധനയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ധനുമാസത്തിലെ ഈ അവസാനത്തെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ആരും തന്നെ പാഴാക്കരുത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും സ്ത്രീകൾ ഈ ഒരു പരിഹാരം ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ്. പൊതുവായി ധനുമാസത്തിലെ അഥവാ മാർഗഴി മാസത്തിലെ ഓരോ ദിവസവും വളരെ വിശേഷപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് വെള്ളിയാഴ്ച മാത്രമല്ല, അതിനോടൊപ്പം തന്നെ മൂന്നാം പിറ ദർശനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഈ താന്ത്രിക പരിഹാരം ഇന്ന് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല. കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി പ്രായമായവരോ അല്ലെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവരോ കുളിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. 2 സ്ഥലങ്ങളിൽ ഈ താന്ത്രിക വസ്തുക്കൾ വയ്ക്കാവുന്നതാണ്. ഒന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ ലോക്കറിലോ വെക്കാവുന്നതാണ്. ഈ താന്ത്രികം നിങ്ങൾ പൂജാമുറിയിലാണ് വെക്കുന്നതെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കേണ്ടതാണ്. ഇനി അതല്ല, നിങ്ങളുടെ അലമാരയിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ ആണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ നോൺ വെജ് കഴിച്ചാലും ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഈ താന്ത്രിക പരിഹാരം ചെയ്ത് നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് പൂജാമുറിയിൽ പ്രവേശിക്കുവാൻ കഴിയില്ല, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്നത് എവിടെയാണോ അവിടെ ഇത് വെക്കുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ അലമാരയിലോ അല്ലെങ്കിൽ പണം എവിടെയാണോ വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ ഈ രണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാവുന്നതാണ്. ഇനി ഈ 2 ഇടങ്ങളിലും ഒരുപോലെ തന്നെ താന്ത്രികം ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അവരവരുടെ ഇഷ്ടമാണ്. എന്നിരുന്നാലും ഏതെങ്കിലും ഒരിടത്ത് മാത്രം ഇത് ചെയ്താൽ മതി. അതിലൂടെ നല്ല രീതിയിൽ പണവശ്യം ഉണ്ടാകുന്നതാണ്. ഇനി ഏത് സമയത്താണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടതെന്നാൽ 2 പ്രധാനപ്പെട്ട സമയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലസിദ്ധി ലഭിക്കുന്നതാണ്. ഒന്നാമതായി മൂന്നാം പിറ കാണുന്ന സമയം, രണ്ടാമതായി ശുക്രഹോരയിൽ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഇനി ഈ 2 സമയവും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് മൂന്നാമതായി ഒരു സമയം കൂടിയുണ്ട്. ഇനി ആദ്യം ചന്ദ്രദർശനം എപ്പോഴാണെന്ന് നോക്കാം. അതായത് ജനുവരി 12-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5:43 മുതൽ 6:35 വരെയാണ് ചന്ദ്രദർശനം കാണുന്ന സമയം. ഈ ഒരു സമയമാണ് ചന്ദ്രദർശനം കാണുന്ന അല്ലെങ്കിൽ മൂന്നാം പിറ ദർശനം കാണുന്ന കറക്റ്റായ സമയം. ജനുവരി 10-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 8:05 മുതലാണ് അമാവാസ്യ തിഥി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ മൂന്നാം പിറ ദർശനം വരുന്നത് ഇന്നാണ്. അതുകൊണ്ട് തന്നെ മൂന്നാം പിറ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഏതൊരു താന്ത്രിക പരിഹാരമാണെങ്കിലും ശരി, വഴിപാടാണെങ്കിലും ശരി, അതെല്ലാം ഈ ഒരു സമയത്താണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമതായി ഈ ഒരു പരിഹാരം ചെയ്യേണ്ട സമയമാണ് ശുക്രഹോര. ഈ ഇഹലോക ജീവിതത്തിൽ നമുക്ക് സകലവിധ സുഖഭോഗങ്ങളും 16 തരത്തിലുള്ള സമ്പത്തും വാരിക്കോരി നൽകുവാൻ കഴിവുള്ള ഗ്രഹമാണ് ശുക്രൻ. അങ്ങനെയുള്ള ശുക്ര ഭഗവാന് വിശേഷപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ ശുക്രഹോരയിൽ നമ്മൾ ചെയ്യുന്ന പണവശ്യ പരിഹാരങ്ങൾക്ക് പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി ശുക്രഹോര ഏതെല്ലാം സമയത്താണ് വരുന്നതെന്ന് നോക്കാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6 മുതൽ 7 വരെയും, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും, രാത്രിയിൽ 8 മുതൽ 9 മണി വരെയുമാണ് ശുക്രഹോര വരുന്നത്. വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ വരുന്ന ശുക്രഹോരയിൽ ഈ വഴിപാട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ പറഞ്ഞ ഈ 2 സമയത്തും ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഇന്ന് വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സമയത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ള വസ്തു ഏതാണെന്നാൽ അത് കുങ്കുമമാണ്. പൊതുവായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കല്ലുപ്പും മഞ്ഞളും കുങ്കുമവും വാങ്ങുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ പണവശ്യമുണ്ടാകുന്നതാണ്. മാത്രമല്ല ഇതിനോടൊപ്പം നിരന്തരമായി നമ്മുടെ കുടുംബത്തിൽ ലക്ഷ്മി കടാക്ഷവും ഉണ്ടാകുന്നതാണ്. ഈ ഒരു പരിഹാരത്തിനായി നിങ്ങളുടെ വീട്ടിലുള്ള കുങ്കുമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി അതല്ല, പുതിയ കുങ്കുമം വാങ്ങി ചെയ്യുവാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പുതിയത് വാങ്ങിയും ചെയ്യാവുന്നതാണ്. ഈ ഒരു പരിഹാരത്തിനായി വെറും 3 സ്പൂൺ മാത്രം കുങ്കുമം ആവശ്യമുള്ളൂ. ഇനി രണ്ടാമതായി ആവശ്യമുള്ളത് ഒരേ ഒരു 5 രൂപ നാണയം മാത്രമാണ്. ഇതിനോടൊപ്പം ഇനി ആവശ്യമുള്ളത് ഒരേ ഒരു ഏലക്കയും ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരവുമാണ്. ഇത്രയും വസ്തുക്കളാണ് ഈ ഒരു താന്ത്രിക പരിഹാരത്തിന് ആവശ്യമുള്ളത്. ഇനി ഈ ഒരു പരിഹാരത്തിന് ഏലക്ക എടുക്കുമ്പോൾ നല്ല ഫ്രഷായ ഏലക്കയാണ് എടുക്കേണ്ടത്. അതായത് ഏലക്കയ്ക്കുള്ളിലെ വിത്തുകളുള്ള ഏലക്ക നോക്കി വേണം എടുക്കുവാൻ. കേടായതും പൊട്ടിയതുമായ ഏലക്ക എടുക്കുവാനും പാടില്ല. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള ഫ്രഷായ ഏലക്ക നോക്കി തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെയാണ് പച്ചക്കർപ്പൂരവും. പണവശ്യ താന്ത്രികത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള വസ്തുവാണ് പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം എടുക്കുമ്പോൾ വളരെ ചെറിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം മാത്രം മതിയാകും. ഇനി ഈ പറഞ്ഞ എല്ലാ വസ്തുക്കളും ഒന്നിച്ചു വെക്കുവാൻ ഒരു ചെറിയ ബോക്സോ അല്ലെങ്കിൽ ഒരു ചെറിയ ഡപ്പയോ എടുക്കുക. വളരെ ചെറിയ ഒരു ബോട്ടിലുണ്ടെങ്കിൽ അതും മതിയാകും. ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടിന്നോ അങ്ങനെ ഏതും എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ബോക്സിൽ അല്ലെങ്കിൽ ബോട്ടിലിൽ 5 രൂപ നാണയം വെക്കുക. രണ്ടാമതായി ഒരു ഏലക്കയാണ് വെക്കേണ്ടത്. മൂന്നാമതായി ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം വെക്കുമ്പോൾ പച്ചക്കർപ്പൂരം പൊടിച്ച് വെക്കേണ്ട, ആ ഒരു ചെറിയ കഷ്ണം അതുപോലെ തന്നെ വെച്ചാൽ മതി. ഇനി വെക്കുമ്പോൾ 5 രൂപ നാണയത്തിന് മുകളിലാണ് പച്ചക്കർപ്പൂരം വെക്കേണ്ടത്. അതിന് അരികിലായി ഒരു ഏലക്കയും വെക്കാവുന്നതാണ്. പിന്നീട് കുങ്കുമം കൊണ്ട് ഈ ബോട്ടിൽ നിറയ്ക്കുക. ഇനി ഒരുപാട് വലിയ ബോട്ടിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ ബോട്ടിൽ നിറയെ കുങ്കുമം വെക്കണമെന്നില്ല. 5 രൂപ നാണയവും മറ്റു വസ്തുക്കളും കാണാത്ത രീതിയിൽ കുങ്കുമം നിറച്ചാൽ മതിയാകും. അതിനുശേഷം ഈ ബോക്സ് അല്ലെങ്കിൽ ബോട്ടിലെടുത്ത് നിങ്ങളുടെ പണം വെക്കുന്നത് എവിടെയാണോ അവിടെ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. ഇനി സാധിക്കുന്നവർക്ക് ഈ 2 ഭാഗത്തും ഒരുപോലെ തന്നെ ഈ പരിഹാരം ചെയ്തു വെക്കാവുന്നതാണ്. ഇങ്ങനെ വെക്കുന്ന ഈ ബോക്സിലെ കുങ്കുമം പൂജയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല. എന്നാൽ സ്ത്രീകൾ നിത്യവും ഇതിൽ നിന്നും കുങ്കുമം എടുത്ത് നെറ്റിയിൽ തൊടാവുന്നതാണ്. ഇനി കുങ്കുമം സ്ഥിരമായി തൊടുന്ന പുരുഷന്മാർക്കും ഈ കുങ്കുമം തൊടാവുന്നതാണ്. കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ കുങ്കുമം നെറ്റിയിൽ വെക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, വീട്ടിലുള്ള സ്ത്രീകൾ നിത്യേന മുടങ്ങാതെ തന്നെ ഈ കുങ്കുമം നെറ്റിയിൽ വെക്കുക. ഇനി സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നവർക്കും ഈ സിന്ദൂരം തൊടാവുന്നതാണ്. ഈ കുങ്കുമം നെറ്റിയിൽ തൊടുമ്പോൾ പണം വശ്യമാകണം, ലക്ഷ്മി കടാക്ഷം വന്നു ചേരണം എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കുങ്കുമം തൊടുവാൻ. ഇനി പീരീഡ്സ് ആയിരിക്കുന്നവർ കുങ്കുമം തൊടുന്നത് ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം ശരീരം ശുദ്ധിയായിരിക്കുന്ന സമയത്ത് കുങ്കുമം തൊടാവുന്നതാണ്. ആ കുങ്കുമം മുഴുവനും തീർന്നതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ വീണ്ടും ഈ താന്ത്രികം തുടർന്ന് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പൗർണമി, വെള്ളിയാഴ്ച, 3-ാം പിറ ദർശനം വരുന്ന ദിവസം, ഈ ദിവസങ്ങളിൽ ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾ ഇനി ഇത് ചെയ്യുന്നതെങ്കിൽ വെള്ളിയാഴ്ച ശുക്രഹോറയിൽ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇനി അതല്ല പൗർണമി, 3-ാം പിറ ദിവസമാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണിക്കുള്ളിൽ ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. ഇനി ഈ താന്ത്രികം തുടർന്ന് ചെയ്യുമ്പോൾ ബോക്സിൽ ആദ്യം വെച്ചിരുന്ന നാണയം നിങ്ങളുടെ പണപ്പെട്ടിയിൽ തന്നെ വെക്കുക. അത് നിങ്ങൾ ചെലവാക്കരുത്. അതിലുള്ള ഏലക്ക ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടുക. ഇനി പച്ചക്കർപ്പൂരം ചിലപ്പോൾ അലിഞ്ഞു പോയിരിക്കും. ഇനി അലിഞ്ഞു പോയില്ല എങ്കിൽ അതും 5 രൂപ നാണയത്തോടൊപ്പം നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്തു നോക്കൂ. നാളത്തെ ദിവസം മുതൽ തന്നെ പണവരവിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.